ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഹെഡർ കമ്പോണൻറ്റ് അൺഓതൻറ്റിക്കേറ്റഡ് യൂസേഴ്സിന് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ലോഗിൻ ചെയ്യാത്തവർക്ക് നമുക്ക് എന്താ വെച്ചാൽ ലോഗിൻ ചെയ്തവർക്ക് ലോഗൗട്ട് കാണുന്നുണ്ട്, ലോഗിൻ ചെയ്യാത്തവർക്ക് നമുക്ക് സൈനപ്പ് ബട്ടൺസ് കണ്ടിരുന്നത്. ഓക്കെ, സോ പക്ഷേ നമ്മൾ ലോഗിൻ ചെയ്തിട്ടവർക്ക് നമുക്ക് നോക്കുമ്പോൾ ലോഗൗട്ടുള്ള ടെക്സ്റ്റ് കാണുന്നുണ്ട്. പക്ഷേ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറൻ്റ് ഒരു ആക്ഷൻസും അതിലേക്ക് കൊടുത്തിട്ടില്ല. എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്യാവുന്ന ഒരു ലോഗൗട്ട് ലിങ്കാക്കി നമുക്ക് മാറ്റണം. അത് ക്ലിക്ക് ചെയ്താൽ ബാക്ക് എൻഡിൽ എന്താ വെച്ചാൽ നമുക്ക് ലോഗൗട്ട് മ്യൂട്ടേഷൻ കോൾ ചെയ്യണം. ഓക്കെ, നമുക്ക് ലോഗൗട്ട് പ്രോസസ്സ് രണ്ടായിട്ട് വേർതിരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ ലോഗൗട്ട് ബട്ടൺ ക്ലിക്കിൻ്റെ പരിപാടി നോക്കാം. എന്ന് വെച്ചാൽ ഗ്രാഫിക്കൽ മ്യൂട്ടേഷൻ റൺ ചെയ്യണം, സർവറിൽ നിന്ന് ലോഗൗട്ട് ചെയ്യാനുള്ളത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ലോഗൗട്ട് കഴിഞ്ഞാൽ യൂസറിനെ നമ്മൾ എന്താ വെച്ചാൽ റൗട്ടിലേക്ക് മാറ്റണം. ഇപ്പോൾ ലോഗിനാണ്, ഇത് റൗട്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യണം. സോ അതുകൊണ്ട് ലോഗൗട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നാവിഗേഷൻസ് ഉടനെ വേണ്ട. ആദ്യം നമുക്ക് ലോഗൗട്ട് മ്യൂട്ടേഷൻ കോൾ ചെയ്യണം. അതിന് ശേഷം അതിന് റെസ്പോൺസ് നോക്കിയിട്ട് വേണം നാവിഗേഷൻ നമുക്ക് ചെയ്യാനായിട്ട്. സോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എഴുതിയ ടെസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്യണം ലോഗൗട്ട് മ്യൂട്ടേഷൻ്റെ. സോ കറൻ്റ്ലി നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ളൂ, ലോഗൗട്ട് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളൂ. സോ അതിനെ നമുക്കൊരു ആങ്കർ ടാഗൊക്കെ മാറ്റണം. അപ്പോൾ ഞാൻ എല്ലാവരും കിടക്കട്ടെ, ഈ ഡിവ് ഞാൻ ചേഞ്ച് ചെയ്യാണ്. ഡിവിന് വരെ ഞാൻ എന്താ കൊടുക്കുന്നത് വെച്ചാൽ ഒരു ആങ്കർ ടാഗ് ഞാൻ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഈ ആങ്കർ ടാഗിന് ഞാൻ ഓൺ ക്ലിക്ക് എഴുതണം ഒരു ആക്ഷൻ വേണ്ടിയിട്ട്. ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ ഞാൻ ദിസ് ഡോട്ട് ലോഗൗട്ട് എഫ് എന്ന് എഴുതാം. ലോഗൗട്ട് ഫംഗ്ഷനിലെ ഡോട്ട് ബൈൻഡ് കറണ്ട് ഒബ്ജക്റ്റ് ഒന്ന് ബൈൻഡ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇവിടെ ലോഗൗട്ട് ആങ്കർ ടാഗ് LI. ഓക്കെ, സോ ഈ നമ്മൾ ആങ്കർ ടാഗ് ഇവിടെ യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ CSS ലിങ്ക് പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എല്ലായിട്ടുള്ള ആങ്കർ ടാഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നാവിഗേറ്റ് ചെയ്യാനല്ല, സ്റ്റൈലിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കറൻ്റ്ലി. ഓക്കെ, ഓൺ ക്ലിക്ക് ബേസിക്കലി ക്ലിക്ക് ചെയ്യുന്ന സമയം ലോഗൗട്ട് വിളിക്കേണ്ട ഒരു ഈവൻറ്റ് ഹാൻഡ്ലറാണ് ഓൺ ക്ലിക്ക്. അതുകൊണ്ട് ഞാനിവിടെ എഴുതി വെച്ചു ഓൺ ക്ലിക്ക് ഇന്ന ഫംഗ്ഷൻ കോൾ ചെയ്യാൻ പറഞ്ഞിട്ട് എഴുതി വെച്ചു. പിന്നെ ഡോട്ട് ബൈൻഡ് ഓഫ് ദിസ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ്റെ ക്ലാസ് കോൺടെക്സ്റ്റ് ബൈൻഡ് ചെയ്യാനാണ്. എന്നിട്ട് റിയാക്ട് ക്ലാസ് കമ്പോണൻറ്റിൽ ഇത് ആവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ചാൽ നമ്മൾ ലോഗൗട്ട് ബട്ടണൊക്കെ ഡിഫൈൻ ചെയ്യണം. കറൻ്റ്ലി ലോഗൗട്ട് FN ഇപ്പോൾ നമ്മൾ വച്ചു എന്നുള്ളൂ, അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ അതൊക്കെ ഡിഫൈൻ ചെയ്യണം. സോ അതിന് ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഈ ഇതിൻ്റെ ഉള്ളിൽ എഴുതാണ്, ഒരു മെത്തേഡായിട്ട് എഴുതണം. ലോഗൗട്ട് FN ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ ഞാൻ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് മ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു, വിളിച്ചു. നമ്മുടെ ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്നില്ല ലോഗൗട്ടിന്, അതുകൊണ്ട് ഞാനൊന്നും പാസ് ചെയ്യുന്നില്ല, ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടൊന്നും പാസ് ചെയ്യുന്നില്ല. സോ ദിസ് ഡോട്ട് പ്രോപ്സ് ഡോട്ട് മ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ ഗ്രാഫിക്കൽ മ്യൂട്ടേഷൻ റൺ ചെയ്യാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ empty ബ്രാക്കറ്റ് ഞാൻ പറഞ്ഞു, ഇവിടെ വേരിയബിൾസ് ഒന്നും ആവശ്യമില്ല, കാരണം ലോഗൗട്ട് മ്യൂട്ടേഷന് ആർഗ്യുമെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇതിന് മുമ്പ് മ്യൂട്ടേഷൻ ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. സോ അത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ലോഗൗട്ട് മ്യൂട്ടേഷൻ റൈറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മ്യൂട്ടേഷൻസ് ഓക്കെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ലോഗൗട്ട് യൂസർ ടൈപ്പ് എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് നമ്മളെന്താ വെച്ചാൽ നമ്മുടെ എഴുതിയ header.js നമ്മൾ ഗ്രാഫിക്കൽ ടൂളിൽ നമ്മൾ കണ്ടിരുന്നു എന്താ ചെയ്തിരുന്നത് എന്നുള്ളത്. സോ ഗ്രാഫിക്കൽ ടൂളിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗൗട്ട് മ്യൂട്ടേഷൻ ലോഗിനാണ്. സോ ലോഗൗട്ട് മ്യൂട്ടേഷൻ നമ്മൾ വെച്ചാൽ മ്യൂട്ടേഷൻ ചെയ്തിട്ട് ലോഗൗട്ട് അതിൻ്റെ ID മാത്രം നമ്മൾ കറൻ്റ്ലി പാസ് ചെയ്യുന്നു. എനിക്ക് ID മാത്രമല്ല ഇമെയിലും കൂടി എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇമെയിലും കൂടി എടുക്കും, എന്നിട്ട് റൺ ചെയ്യും. അപ്പം നമുക്ക് കറൻ്റ്ലി അതിൻ്റെ കറസ്പോണ്ടിങ്ങിൽ IDയും കിട്ടി, ആ യൂസറിൻ്റെ പിന്നെ അതിൻ്റെ ഇമെയിലും കിട്ടി, പെർട്ടിക്കുലർ യൂസറിൻ്റെ ഇമെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ലോഗ്ഡ് ആണെങ്കിൽ ലോഗൗട്ട് ചെയ്ത യൂസറിൻ്റെ ID ഇമെയിൽ കിട്ടാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലോഗ്ഡ് ഔട്ട് ആണെങ്കിൽ ഇത് നള്ള് കിട്ടും.
ഓൾറെഡി ഇപ്പോൾ നമ്മൾക്ക് ഇത് വാല്യൂ കിട്ടി. ഓക്കെ, ഞാൻ ഒന്നുകൂടി റൺ ചെയ്യാണ്. സോ ലോഗൗട്ട് ഓൾറെഡി ആണെങ്കിൽ നമുക്കിവിടെ നള്ള് കിട്ടും. അതാണ് ഇപ്പോൾ രണ്ടാമത്തെ നമുക്ക് റൺ ചെയ്തപ്പോൾ നള്ള് വന്നത്. സോ അതുകൊണ്ട് മ്യൂട്ടേറ്റ് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചാൽ ഈ ഗ്രാഫിക്കലി ഈ സാധനം നമുക്ക് നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യണം. സോ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്ലയൻറ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ഓക്കെ, ക്ലയൻറ്റ്. സോ ക്ലയൻറ്റിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ക്വറീസും കമ്പോണൻസും ഉള്ളൂ, പിന്നെ ഇൻഡെക്സ് ആണ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഫയൽ ആഡ് ചെയ്യാണ്, ഒരു ഫോൾഡർ ആഡ് ചെയ്യാം നമുക്ക്. ഓക്കെ, മ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞിതാം. എന്നിട്ട് ആ മ്യൂട്ടേഷനുള്ളിൽ ഒരു ഫയലും കൂടി ആഡ് ചെയ്യാം. അതാണ് നമ്മുടെ കയ്യിൽ logout.js എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഈ logout.js ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇമ്പോർട്ട് ഫസ്റ്റ് GQL ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഫ്രം GraphQL ടാഗ്. ഓക്കെ, ഇനി എന്നിട്ടുള്ള എക്സ്പോർട്ട് ഡീഫോൾട്ട് നമ്മൾ GQL നമ്മൾ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തതാണ് ഇതൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ. GQL അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ന് വെച്ചാൽ നമ്മൾ എഴുതിയ മ്യൂട്ടേഷന് ഈ ലോഗൗട്ട് മ്യൂട്ടേഷൻ കോപ്പി ചെയ്തിട്ട് കോൾ ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ സെമിക്കോളൻ ഇട്ട് വയ്ക്കാം. സേവ്. സോ ഇത് ബേസിക്കലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കൊറീസ് പോലെ തന്നെയാണ് മ്യൂട്ടേഷനും ഇൻഡിവിജ്വൽ ഫയൽസ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളൂ. GQL എന്ന് പറഞ്ഞാൽ ഗ്രാഫ്ക്വൽ മ്യൂട്ടേഷനെ ഒബ്ജക്റ്റാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GQL യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് വെച്ചാൽ ഇത് ഇമ്പോർട്ട് ചെയ്യണം, അടുത്തത് വയർപ്പും ചെയ്യണം. സോ ഹെഡർ കമ്പോണൻറ്റിൽ നമ്മൾ നമ്മുടെ ഹെഡർ കമ്പോണൻസിൽ ഹെഡർ. സോ ഹെഡർ കമ്പോണൻറ്റിൽ നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ മ്യൂട്ടേഷന്. സോ അത് ഞാൻ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് മ്യൂട്ടേഷൻ ഫ്രം മ്യൂട്ടേഷൻസ് /logout. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മുടെ ഹെഡർ കമ്പോണിൽ ഗ്രാഫിക്കൽ ക്വറിയായിട്ടും ഗ്രാഫിക്കൽ ക്വറിയായിട്ടും മ്യൂട്ടേഷനായിട്ടും നമുക്ക് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. സോ GraphQL ഹെൽപ്പറിന് ഒരേ സമയം ഒരു ക്വറി അല്ലെങ്കിൽ ഒരു മ്യൂട്ടേഷൻ മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നെസ്റ്റഡ് GraphQL ഹെൽപ്പർ സിൻടാക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ മ്യൂട്ടേഷൻ ഇമ്പോർട്ട് ചെയ്തു, ഞാൻ സിൻടാക്സ് ചേഞ്ച് ചെയ്യണം. സോ കറൻ്റ്ലി നമ്മളെന്ന് വെച്ചാൽ എക്സ്പോർട്ട് ഡീഫോൾട്ട് GraphQL ഓഫ് ക്വറി വിളിച്ചിട്ട് അതിൻ്റെ റിട്ടേൺ കിട്ടുന്ന ഇത് സോ ഇതിൻ്റെ ഔട്ട്പുട്ട് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ആ ഫംഗ്ഷൻ പിന്നെ നമ്മൾ വിളിക്കുന്നു ഹെഡർ പാസ്വേഡ്. സോ നമുക്കിത് ഒരു ക്വറി ഉള്ളൂ ഇപ്പോൾ കറൻ്റ്ലി, അത് നമുക്ക് മ്യൂട്ടേഷനും കൂടി ആഡ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ GraphQL എടുത്തിട്ട് എക്സ്പോർട്ട് ഡീഫോൾട്ട് ആദ്യം ഞാൻ മ്യൂട്ടേഷൻ എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഇവിടെ ഒരു ബ്രാക്കറ്റ് തുടങ്ങി, എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താ വെച്ചാൽ GraphQL വിളിക്കണം. GraphQL ഓഫ് ക്വറി, പിന്നെ അതിൻ്റെ ഹെഡർ. ഓക്കെ, സോ ഏറ്റവും അകത്തെ GraphQL ക്വറി കറണ്ട് യൂസർ ക്വറിയായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പുറത്തുള്ള GraphQL മ്യൂട്ടേഷൻ, അതായത് ഇത് ലോഗൗട്ട് മ്യൂട്ടേഷനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഹെഡറിൽ രണ്ടും നമ്മൾ വർക്ക് ചെയ്യിക്കുന്നത്, മ്യൂട്ടേഷനും ക്വറിയും. ഓക്കെ, ഇനി കംപ്ലീറ്റ് അപ്ഡേറ്റ് ഹെഡർ കമാൻഡ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെഡർ കമാൻഡ്സൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ലൈക്ക് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഇനി നമുക്കിത് വർക്ക് ചെയ്യിക്കണമെന്നുണ്ട്. വർക്ക് ചെയ്യിക്കാൻ ശ്രമിക്കാം. ഒന്ന് സേവ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഇത് ബേസിക്കലി വെച്ചാൽ ആപ്പ് ലോഡ് ആകുമ്പോൾ ക്വറി റൺ ചെയ്ത് യൂസർ സ്റ്റേറ്റ് ഫെച്ച് ചെയ്യും. എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് യൂസർ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗൗട്ട് ലിങ്ക് നമ്മൾ കാണും നമ്മുടെ ആപ്ലിക്കേഷനുള്ളിൽ. സോ ലോഗൗട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മ്യൂട്ടേഷൻ, നമ്മളിപ്പോൾ എഴുതിയ മ്യൂട്ടേഷൻ റൺ ചെയ്യണം. മ്യൂട്ടേഷൻ സക്സസ്ഫുൾ ആകുമ്പോൾ അത് സർവർ സൈഡ് സെക്ഷൻ ക്ലിയർ ചെയ്യണം. പക്ഷേ ഹെഡർ കമ്പോണൻറ്റ് സ്വയം റീഫ്രഷ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ലോഗൗട്ടിന് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ലോഗിൻ ഓർ എന്താ പറയുക ലോഗൗട്ടിൻ്റെ ബട്ടൺ അല്ലെങ്കിൽ ലിങ്ക് ചേഞ്ച് ചെയ്തിട്ട് ലോഗിൻ ഓർ സൈനപ്പ് എന്നായി മാറില്ല. ഇത് നമുക്ക് അടുത്ത സെക്ഷനിലാണ് ഗോത്രൂ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ. ഓക്കെ, സോ നമ്മൾ ചെക്ക് ചെയ്തെന്ന് വെച്ചാൽ ലോഗിൻ ചെയ്ത ശേഷം ബ്രൗസറിൽ റിഫ്രഷ് കാണുന്നതൊക്കെ ലോഗൗട്ടിൽ ലിങ്കും കാണണം. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും
ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടില്ല. നമുക്ക് ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കാം. സേവ്. എന്നിട്ട് ഒന്ന് റീലോഡ് ചെയ്യാം. സോ ഇവിടെ ഒരു എറർ അടിക്കുന്നുണ്ട്. ബൗണ്ടിൽ നമ്മൾ നമുക്കൊരു ഇഷ്യൂ വരുന്നുണ്ട് ഇവിടെ. ഓ, ലോഗിൻ ഇത് ശരി. ഇപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോഗൗട്ട് കാണുന്നുണ്ട്. ലോഗൗട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ കോൾ ചെയ്തിട്ടുണ്ട്. ലോഗൗട്ട് മ്യൂട്ടേഷൻ കോൾ ചെയ്തിട്ട് നമുക്ക് ഡാറ്റ കറസ്പോണ്ടിങ്ങിൽ കിട്ടുന്നുണ്ട്. ID ഇമെയിലൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ. സോ നമ്മൾ ഇപ്പോൾ നമ്മുടെ ലോഗൗട്ട് എന്താ പറയുക കറൻ്റ് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ കുറച്ച് നമുക്ക് മോഡിഫൈ ചെയ്യണം. നമ്മൾ എഴുതിയ കോഡ് കുറച്ച് മോഡിഫൈ ചെയ്യേണ്ടത്. മീൻ ടു സേ നാവിഗേറ്റ് ചെയ്യണം. ഇപ്പോൾ ലോഗൗട്ട് മാത്രമേ ചെയ്തുള്ളൂ, അത് നാവിഗേറ്റ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ലോഗൗട്ട് കഴിഞ്ഞാൽ ഹെഡറിൽ ലോഗിൻ സൈനപ്പ് കാണിക്കാൻ വേണ്ടി നമ്മൾ അപ്പോളോ ക്ലയൻറ്റിനെ അപ്ഡേറ്റ് ചെയ്യണം. സോ അത് ഞാൻ അടുത്ത സെഷനിൽ ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, എന്ന് വെച്ചാൽ റീഫ്രഷ് ദി ഹെഡർ ആഫ്റ്റർ ദി ലോഗൗട്ട് മ്യൂട്ടേഷൻ. സോ അതൊക്കെ ഞാൻ അടുത്ത സെഷനിൽ ഗോ ത്രൂ ചെയ്യാം. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് ലോട്ട്. ബൈ.